വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ ജിമെയിൽ ആപ്പിൽ മെയിൽ ബോക്സ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് കാണാം. ജിമെയിൽ ആപ്പ് എന്ന് പറയുമ്പോൾ ജിമെയിൽ ഐ ഡി മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ മെയിൽ ബോക്സസ് ആയ യാഹു, ഹോട്ട്മെയിൽ, ഈവൻ കമ്പനി മെയിൽ നമുക്ക് നമ്മുടെ ജിമെയിൽ ആപ്പിൽ കോൺഫിഗർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. How to integrate your Hotmail account in your Gmail application. എങ്ങനെയാണ് നമ്മൾ ഹോട്ട്മെയിൽ അക്കൗണ്ട് ജിമെയിൽ ആപ്പിൽ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ജിമെയിൽ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ജിമെയിൽ ആപ്പ് എൻ്റെ ജിമെയിൽ ഐ ഡി വെച്ച് കോൺഫിഗർ ചെയ്തത് കാരണം എൻ്റെ പ്രൊഫൈൽ പിക്കാണ് അവിടെ ലിങ്കായി വരുന്നത്. സോ ടോപ്പ് റൈറ്റ് കോർണറിൽ എൻ്റെ പ്രൊഫൈൽ പിക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ പല ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ ഗൂഗിൾ ബേസ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു ജിമെയിൽ ഐ ഡി ഈ സെയിം ജിമെയിൽ ആപ്പിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ബേസ്ഡ് അക്കൗണ്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതായത് ഔട്ട്ലുക്കോ ഹോട്ട്മെയിലോ ലൈവോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ യാഹു ബേസ്ഡ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ഓഫീസ് 365 യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക്, അഥവാ മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സെർവറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോർത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലൊന്നും പെടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഹോബി പ്രോജക്റ്റ് ഡൊമൈൻസ്, അതിൻ്റെ മെയിൽ അക്കൗണ്ട്സ് എന്നിവ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ അതേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ നമുക്കിവിടെ ഹോട്ട്മെയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷനായ ഔട്ട്ലുക്ക് ഹോട്ട്മെയിൽ ആൻഡ് ലൈവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മളത് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റേ സൈൻ ഇൻ സോ യു ഡോണ്ട് ഹാവ് ടു സൈൻ ഇൻ അഗെയിൻ നെക്സ്റ്റ് ടൈം എന്നുള്ള ഓപ്ഷൻ വരും. ഇത് നിങ്ങൾ എസ് കൊടുക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിന് രണ്ടാമത് റീസൈനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ത്രൂ ഔട്ട് സൈൻ ഇൻ ആയിട്ട് കിടക്കും. സോ ദെൻ നമ്മുടെ ജിമെയിൽ ആപ്പ് ചില ഡിക്ലറേഷൻസ് നിങ്ങളോട് ചോദിക്കും. അതായത് ആക്സസ് യുവർ ഇമെയിൽ അഡ്രസ്, സിങ്ക് ആൻഡ് സെൻഡ് ഇമെയിൽ അഡ്രസ്, ആക്സസ് യുവർ ഇൻഫോ അറ്റ് എനി ടൈം. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജിമെയിൽ ആപ്പിൽ നമ്മുടെ ഹോട്ട്മെയിൽ അക്കൗണ്ട് കോൺഫിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഞാനിവിടെ എല്ലാം യെസ് കൊടുക്കുകയാണ്. സോ ഇത് ഓട്ടോ കോൺഫിഗറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുകയാണെങ്കിൽ കോൺഫിഗർ. ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാൻ പറ്റും, ഈ സിങ്ക് ഫ്രീക്വൻസി. അതായത് നമ്മൾ എത്ര സമയം കൂടുമ്പോഴാണ് നമ്മുടെ സെർവറിൽ നിന്ന് സിങ്ക് ചെയ്ത് പുതിയ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സിങ്ക് ഫ്രീക്വൻസി 15 ആണ് ഡിഫോൾട്ടായി കിടക്കുന്നത്. ഞാനിത് 30 മിനിറ്റ്സ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഈവൻ യു ക്യാൻ സെലക്ട് നെവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടൈം നിങ്ങൾ കയറി നിങ്ങൾ തന്നെ സിങ്ക് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ 30 മിനിറ്റ്സ് സെലക്ട് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ഫൈനലി നമ്മുടെ ജിമെയിൽ ആപ്പിൽ നമ്മൾ നമ്മുടെ ഹോട്ട്മെയിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കോൺഫിഗർ ചെയ്ത ഹോട്ട്മെയിൽ അക്കൗണ്ട്സിൽ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടിരുന്ന സ്ഥലത്ത് ആഡ് അക്കൗണ്ട് മുകളിലായി ഹോട്ട്മെയിൽ അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് എനിക്ക് ഹോട്ട്മെയിൽ വന്നിരിക്കുന്ന മെയിൽ. ഹലോ സാർ. ഓക്കെ സാർ, ഞാനൊന്ന് പുറത്താണ് പറയാം. മെയിൽ അയച്ചിട്ടില്ല, അപ്പം ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ഞാനൊന്ന് ഓഫീസിൽ എത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ സാർ, ശരി ശരി. സച്ചിൻ, ടെൻഷൻ അല്ല. അപ്പം ഞാനിപ്പോൾ സാറ് അർജന്റ് മെയിൽ അയച്ചിരിക്കും. ഓഫീസിൽ പോയി ചെക്ക് ചെയ്യണം. അതെല്ലാം പോകാൻ ഓഫീസിൽ പോകണം. എനിക്ക് ഫോണിൽ കോൺഫിഗർ ചെയ്താൽ പറയാം മെയിൽ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് സിമ്പിൾ അല്ലേ? ഹൗ ടു ആഡ് കമ്പനി മെയിൽ അക്കൗണ്ട് ഇൻ യുവർ ജിമെയിൽ ആപ്പ്. എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ഓർ കമ്പനി മെയിൽ അക്കൗണ്ട് നമ്മുടെ ജിമെയിൽ ആപ്പിൽ കോൺഫിഗർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്തു. അതിൽ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ കമ്പനി അക്കൗണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതേഴ്സ് ഓപ്ഷനിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻട്രി ചെയ്യാനുള്ള ഫീൽഡ് വരും. സോ ഞാനിവിടെ support@techninjas.com എന്ന് സെലക്ട് ചെയ്തു. ഇതിനുശേഷം നിങ്ങൾക്കിവിടെ 2 ഓപ്ഷൻസ് കാണാം താഴെ, മാനുവൽ സെറ്റപ്പ്, നെക്സ്റ്റ്. മാനുവൽ സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ മെയിൽ സെർവറിനെ കുറിച്ചുള്ള പോർട്ട് നമ്പർ, എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, അത് പോപ്പ് ആണോ, IMAP ആണോ, SMTP, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം.
സോ നിങ്ങളൊരു അഡ്വാൻസ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിനെ കുറിച്ചും ഇതെവിടെയാണ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കും. സോ ഫോർ എ നോർമൽ യൂസർ നിങ്ങൾ ഓട്ടോമാറ്റിക് മെത്തേഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. സോ നമ്മളിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കും. ഇവിടെ നിന്ന് പേഴ്സണൽ വിത്ത് POP3, പേഴ്സണൽ വിത്ത് IMAP ആൻഡ് എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സെർവറാണ്. നിങ്ങളുടെ മെയിൽ സെർവർ എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് സെർവർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്ചേഞ്ച് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ സ്വാഭാവികമായും നമ്മുടെ പേഴ്സണൽ മെയിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കമ്പനി മെയിൽ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് മിക്കപ്പോഴും POP3 അല്ലെങ്കിൽ IMAP ആണ് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത്. POP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിൻ്റെ കോപ്പി വൺസ് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ പിന്നെ അത് നമ്മുടെ മൊബൈലിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ അതൊരു പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നാണ് ഇതിനെ പറയുക. പോസ്റ്റിൽ നമുക്കൊരു ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ വന്ന് നമ്മളത് കളക്ട് ചെയ്ത് കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. സോ IMAP എന്ന് പറയുന്നത് ടെക്നോളജി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ സെർവറിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും, നമ്മുടെ ഫോണിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. സോ ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് IMAP ആണ്. സോ ഞാനത് സെലക്ട് ചെയ്യുന്നു. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID യുടെ പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇതിനുശേഷം നമ്മൾ സെർവർ ഡീറ്റെയിൽസ് ചോദിക്കും. സോ കോമൺ ആയി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന mail.techninjas.com അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ ഡൊമൈൻ നെയിം ആ ഡൊമൈൻ നെയിം കൂട്ടിച്ചേർത്തിട്ടായിരിക്കും നമ്മൾ മെയിൽ സെർവർ ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് നോട്ട് വാലിഡ് എന്നുള്ളൊരു മെസ്സേജാണ് പോപ്പപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ കമ്പനി മെയിൽ ബോക്സ് ആയതുകൊണ്ട് നമ്മളിവിടെ SSL സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അത് പർച്ചേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു മെസ്സേജ് വരില്ല. സോ ഞാനിവിടെ അഡ്വാൻസ്ഡ് എടുത്ത് മെയിൽ ID ആയതുകൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. താഴെ പോയി പ്രൊസീഡ് എനിവേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. സോ ഇത് ഔട്ട് ഗോയിങ് സെർവർ സെറ്റിങ്സ് ആണ്. അവിടെ നിങ്ങളിതുപോലെ mail.techninjas.com അത് നിങ്ങളുടെ ഡൊമൈൻ നെയിം കൂട്ടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ SMTP സെർവർ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല, എന്നാലും പ്രൊസീഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺചെക്ക് ചെയ്യാം. ഇവിടെ നോട്ടിഫൈ മീ വെൻ മെയിൽസ് അറൈവ് എന്നുള്ള ഓപ്ഷൻ എനിക്ക് അത്യാവശ്യമാണ്. സിങ്ക് ഇമെയിൽ ഫോർ ദിസ് അക്കൗണ്ട്, അതായത് മെയിൽ വന്നത് സിങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. സോ ഞാനിവിടെ ഓട്ടോമാറ്റിക് അറ്റാച്ച്മെൻറ്റ് ഡൗൺലോഡ് അൺചെക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സിങ്ക് ഫ്രീക്വൻസി ഞാൻ മാറ്റി 30 മിനിറ്റ് സെലക്ട് ചെയ്തു. ആൻഡ് നോട്ടിഫൈ മീ, അതായത് ഇപ്പോൾ മെയിൽ വന്നാലും എനിക്ക് നോട്ടിഫിക്കേഷൻ ഒരു സൗണ്ട് കേൾക്കണം, അതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ്. ഇവിടെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നെയിം ആണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സപ്പോർട്ട് ടെക്കി നിഞ്ചാസ് എന്ന് കൊടുക്കുകയാണ്. സോ എപ്പോൾ ഞാൻ ആർക്കും മെയിൽ അയച്ചാലും ഈ സപ്പോർട്ട് ടെക്കി നിഞ്ചാസ് എന്നായിരിക്കും ആ യൂസേഴ്സിൽ കാണുക അലോങ് വിത്ത് ദ മെയിൽ ID. സോ ഇത് കോൺഫിഗർ ചെയ്ത് കാണണമെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്കിൽ ക്ലിക്ക് ചെയ്താൽ support@techninjas.com ഞാൻ സെലക്ട് ചെയ്യും. ഇവിടെ നമ്മൾ മെയിൽ ബോക്സിൽ ഇപ്പോൾ മെയിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നത്തിങ് ഇൻ ബോക്സ് എന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹലോ, ഇപ്പോൾ മെയിൽ ബോക്സ് ഞാനെല്ലാം കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മെയിൽസും വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടല്ലേ സംഭവം ഒക്കെ അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ജിമെയിൽ ആപ്പിൽ മെയിൽ ബോക്സസ് കോൺഫിഗർ ചെയ്യുന്നത് മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളെല്ലാം ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിലേക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് എല്ലാവരും പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ടെക്നിക്കൽ